ആസ് യൂഷ്വൽ ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ജാസ്മിനുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നം ബാക്കിയുള്ളവരെ ഏറ്റുപിടിക്കുന്നു, പിന്നീട് അത് പൊരിഞ്ഞ വഴക്കായി മാറുന്നു. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒന്നെങ്കിൽ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ ജിൻഡോ നാറ, ഇങ്ങനെയൊക്കെയാണല്ലോ കണ്ടന്റ് വരുന്ന രീതി. അപ്പോൾ പവർ റൂം മെമ്പറായ സിബിൻ ജാസ്മിനോട് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം മാത്രം വീടിനുള്ളിലെ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശം പിൻവലിക്കാത്തത് കൊണ്ട് തന്നെ ജാസ്മിൻ വീടിനുള്ളിലെ ജോലി ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇതാണ് വാക്കേറ്റത്തിന്റെ പ്രധാന കാരണം. ജാസ്മിൻ ജോലി ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പവർ റൂമിലുള്ളവർ, പ്രത്യേകിച്ച് സിബിൻ, ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിച്ച് കഴിയൂ എന്നായിരുന്നു ജാസ്മിനോട് മറുപടിയായി പറഞ്ഞത്. ഈ ഒരൊറ്റ ഡയലോഗാണ് സിറ്റുവേഷൻ വഷളാക്കിയത്. തൊട്ടു പിന്നാലെ ഗബ്രി അതിൽ കയറി പിടിക്കുകയും പിന്നീട് അങ്ങോട്ട് ജാസ്മിനിൽ നിന്ന് വഴിമാറി ഗബ്രിയെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അഭിഷേക് ശ്രീകുമാർ, ജിൻഡോ, ജാൻമണി ഇവരെല്ലാം ഒരാവശ്യമില്ലാതെയാണ് ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കിയത്. ഗബ്രിയും സിബിനും തമ്മിൽ അടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നുവെങ്കിലും കറക്റ്റ് ടൈമിൽ ഋഷി ഇടപെട്ടത് കൊണ്ടാണ് സംഭവം ഒഴിവായിപ്പോയത്. ഇനി ഇത് മാത്രമല്ല, തലേ ദിവസം ജാസ്മിന് വേണ്ടി എടുത്തുവെച്ച ഫുഡ് കഴിക്കാതെ വേസ്റ്റ് ആക്കി കളഞ്ഞ പ്രശ്നവും അപ്പുറത്തുണ്ട്. ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയ ടൈമില് അപ്സര ഫുഡ് എടുത്തു വെക്കുകയും അതുപോലെ ജാസ്മിനോട് കഴിക്കാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ജാസ്മിൻ അത് കഴിച്ചിരുന്നില്ല. പിറ്റേ ദിവസം ജാൻമണിയാണ് ഫുഡ് എടുത്തു വെച്ചത് കാണുന്നത്. ഇനി മുതൽ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി ഫുഡ് എടുത്തു വെക്കേണ്ട എന്ന് ജാൻമണി പറഞ്ഞതോടെ അവസാനിക്കേണ്ട പ്രശ്നം ജിൻഡോയാണ് സത്യത്തിൽ ഊതി വീർപ്പിച്ചത്. മര്യാദയ്ക്ക് ഒരു ഭാഗത്തിരുന്ന ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു. തൊട്ടു പിന്നാലെ സിബിൻ അത് ഏറ്റെടുത്തതോടുകൂടി ഉദ്ദേശിച്ച കാര്യം സക്സസ് ആയി. ജാസ്മിൻ പ്രൊവോക്ക് ആകുന്നു, അതിന്റെ പേരിൽ പരസ്പരം വാക്കേറ്റം സംഭവിക്കുന്നു, സ്ക്രീൻ സ്പേസ് കിട്ടുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ സംഭവം നടന്നു. സിബിൻ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ജാസ്മിനോട് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും കള്ളിയാണെന്നൊക്കെ പറയുന്നത്. തൊട്ടു പിന്നാലെ ഗബ്രി വീണ്ടും അത് ഏറ്റെടുക്കുന്നു. അതിന് പിന്നാലെ ശരണ്യ, ശ്രീതു ഗബ്രിക്കെതിരെ തിരിയുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ജാസ്മിനെ ചുറ്റിപ്പറ്റി അത്രത്തോളം സ്ക്രീൻ സ്പേസ് ആണ് മറ്റുള്ളവരെ നേടിയെടുത്തത്. ഈവൻ ഗബ്രി ആണെങ്കിൽ പോലും. അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഗബ്രിക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. ജാസ്മിനുള്ളടുത്ത് ഗബ്രി ഉണ്ട് എന്നതല്ല, സ്ക്രീൻ സ്പേസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇടപെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഴിഞ്ഞ ദിവസം രാവിലെ ജിൻഡോ ജാസ്മിനെ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞതിനെതിരെ ജാസ്മിൻ പവർ ടീമിന് ഒരു പരാതി നൽകിയിരുന്നു. ഈ സംഭവം നടക്കുന്നത് പവർ ടീമിന്റെ മുന്നിലായിരുന്നിട്ട് പോലും കോടതി വേണം, സാക്ഷി വേണം, തെളിവ് വേണം എന്ന് പറഞ്ഞ് പവർ ടീം അത് തള്ളിക്കളയായിരുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ച് നടന്ന സംഭവത്തിന് എന്ത് സാക്ഷിയാണ് വേണ്ടതെന്ന ചോദ്യത്തിന് സത്യത്തിൽ പവർ ടീമിന് ഉത്തരവുണ്ടായിരുന്നില്ല. സിബിൻ ഇരിക്കുന്നിടത്ത് വന്ന് ജാസ്മിൻ രാവിലത്തെ പരാതിയിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ല എന്ന ചോദ്യത്തിന് പിന്നാലെയാണ് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് സിബിൻ ജാസ്മിനോട് പറയുന്നത്. സിബിനോട് നേരെ നിന്ന് ജാസ്മിൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സിബിന് പോലും സത്യത്തിൽ മറുപടി ഉണ്ടായിരുന്നില്ല. തിരികെ ജാസ്മിനെ കളിയാക്കി വിടുക എന്ന രീതിയാണ് സിബിൻ ഫോളോ ചെയ്തത്. അവസാനടവ് ബോധക്കേട് അഭിനയിക്കുക എന്നതായിരുന്നു. ഗബ്രി ഡെൻ റൂമിലായിരുന്നപ്പോൾ ജിൻഡോയോട് മോശമായി പെരുമാറിയെന്ന ജിൻഡോയുടെ കംപ്ലൈന്റിന് പവർ ടീം നൽകിയ ശിക്ഷ ഗബ്രി മാപ്പ് പറയുക എന്തായിരുന്നു. പവർ ടീം കാണാത്ത ജിൻഡോയുടെ പരാതി മാത്രം കേട്ടുകൊണ്ട് മറുവശം കേൾക്കാതെയാണ് ജിൻഡോയുടെ പരാതിയിൽ ഇൻസ്റ്റന്റ് വിധി പറഞ്ഞ പവർ ടീം ഇപ്പോൾ കൺമുന്നിൽ നടന്ന സംഭവത്തിന് വിധി പറയാൻ സാക്ഷി വേണം, തെളിവ് വേണം, വാദം വേണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജോലി എടുക്കാത്തതിൽ തെറ്റു പറയാൻ പറ്റില്ല. കൃത്യമായ കാര്യമാണ് ജാസ്മിൻ ചോദിച്ചതും ചെയ്തതും ഒക്കെ. പക്ഷെ പവർ ടീം അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കിയെന്ന് മാത്രം. ഇതൊക്കെ സിബിന് മനസ്സിലായതുകൊണ്ടാണ് ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നത്. പവർ റൂം കഴിഞ്ഞ ദിവസം പവർ ഉപയോഗിച്ച് ടീം ഡെന്നിനെ പൂട്ടിയിട്ടിരുന്നു. ഡെൻ ടീമിൽ ഇല്ലാത്ത ജാസ്മിൻ തന്റെ ടീമിനൊപ്പം നിൽക്കാതെ ഗബ്രിയുടെ ടീമിനൊപ്പം പോയതായിരുന്നു പവർ ടീമിനെ പ്രകോപിപ്പിച്ചത്, അല്ലെങ്കിൽ ചൊടിപ്പിച്ചത്. ശേഷം അരമണിക്കൂറിലധികമാണ് ടീം ഡെന്നെ റൂമിലിരിക്കേണ്ടി വന്നത്. ചക്ക വീണ് മുയല് ചത്തു എന്ന് പറഞ്ഞ പോലെയാണ് സംഭവിച്ചതെങ്കിലും ഈ പവർ ടീം ഈ ഡോർ ലോക്കിൽ പരിപാടി ഏറ്റെടുത്ത മട്ടായിരുന്നു. ഒരാവശ്യമില്ലാതെയാണ് പവർ ഉപയോഗിച്ച് പവർ റൂം ലോക്ക് ചെയ്യാനും അതുപോലെ മറ്റെല്ലാ ഡോറുകളും ലോക്ക് ചെയ്യാൻ പവർ ടീം ഇന്നലെ ആവശ്യപ്പെട്ടത്. ഒന്നും രണ്ടും അല്ല, ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ബിഗ് ബോസിനെ വരെ പവർ ടീം തട്ടിക്കളിച്ചു. അവസാനം ബിഗ് ബോസ് തിരിച്ചും അതേ നാണയത്തിൽ ഒരു പണി കൊടുത്തു. പവർ റൂമും മെയിൻ ഡോറും ലോക്ക് ചെയ്തു. അതും 10-20 മിനിറ്റോളം. സിബിനും ശരണ്യയും ആവതും പറഞ്ഞു നോക്കിയിട്ടും ഒരു കുലുക്കം ബിഗ് ബോസിനുണ്ടായിരുന്നില്ല.
ഇടയ്ക്ക് വെച്ച് സിബിൻ തങ്ങൾക്ക് പറ്റിയ അബദ്ധം ഏറ്റുപറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡെന്നിനെ പൂട്ടിയിട്ടതിന്റെ പ്രതികാരം തീർക്കുകയാണല്ലേ ഒരു കയ്യബ്ദം പറ്റിയതാണെന്നൊക്കെ. ഈ ഡോർ ലോക്ക് ചെയ്യുന്ന പരിപാടി വെറുതെ വായ തോന്നിയ നേരത്തെ പറയാനുള്ളതല്ലെന്ന് ബിഗ് ബോസ് പവർ ടീമിന് അതേ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു. കാരണം ഇത്തവണയും പവർ ടീം പറഞ്ഞതനുസരിച്ച് മുൻപോട്ട് പോയാൽ ഇനി അങ്ങോട്ട് ഈ ഡോർ ലോക്ക് ചെയ്യലെന്ന പണിഷ്മെന്റ് മാത്രമായി പോകാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല വേണ്ടതിനും വേണ്ടാത്തതിനും വരെ പവർ ടീം ഇത് ഉപയോഗിക്കും. ആ നിലയ്ക്ക് ഇത് കയ്യോടെ അവസാനിപ്പിച്ച് നന്നായി എന്ന് തന്നെ പറയണം. ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലെന്നർത്ഥം. നോറയുള്ളിടത്ത് ജിൻഡോ ഉണ്ടെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നോറ തന്നെ വിടാതെ പിന്തുടരുകയാണെന്ന് ഒരു 100 പ്രാവശ്യം ജിൻഡോ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ജിൻഡോയാണ് നോറയെ ടാർഗറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് പ്രൊവോക്ക് ആകും എന്നതുകൊണ്ട് തന്നെ നോറയെ ജിൻഡോ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട്. ഇന്നലെ നോറ ഉറങ്ങിപ്പോയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ശേഷം പവർ ടീം കിലുക്കൻ സിനിമയിലെ രേവതിയെ പോലെ ആക്ട് ചെയ്ത് നടക്കുക എന്ന പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതേപോലെ ഉറങ്ങിയ ജാൻമണിക്ക് പണിഷ്മെന്റ് കൊടുത്തില്ലെന്ന നോറയുടെ ചോദ്യമാണ് ജിൻഡോ കയറി പിടിച്ചത്. മാക്സിമം ജിൻഡോ ആവുന്ന വിധത്തിൽ ഓരോന്ന് പറഞ്ഞ് നോറയെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചു. നോറയാണെങ്കിൽ ഒന്ന് കിട്ടിയാൽ അതിൽ പിടിച്ചു തൂങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും രേവതിയായി നോറ നല്ലപോലെ കിട്ടിയ ടൈം യൂട്ടിലൈസ് ചെയ്തിരുന്നു. പവർ ടീം എങ്ങനെയുണ്ട്, ജിൻഡോ എങ്ങനെയുണ്ട് തുടങ്ങി ഇൻഡയറക്റ്റ് ആയി പറയാനുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പവർ ടീം ആണെങ്കിൽ മാക്സിമം നോറയെ തട്ടിക്കളിച്ചതായാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോറ ജംപ്, നോറ റൺ ഇതൊക്കെ അല്പം അതിര് കടന്നിരുന്നു. അടുത്തത് ചാലഞ്ച് ടാസ്ക്, കനകാട്ടം. ഓരോ ടീമിലുള്ളവരും കുടങ്ങൾ തലയിലും അതുപോലെ 2 കൈയിലും വെച്ച് നിവർത്തി വെക്കണം. കൈ മടങ്ങാതെ കൂടുതൽ നേരം നിൽക്കുന്നയാൾ ജയിക്കും. ഉള്ളത് പറയാലോ, നോറ, ഗബ്രി, ശ്രീതു, അഭിഷേക്, ജയദീപ്, സായ് ഇവരൊക്കെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ ടാസ്ക് ചെയ്തിരുന്നു. അഭിഷേകാണ് ജയിച്ചതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും അടിപൊളിയായി ടാസ്ക് ചെയ്തു. ഇനി വൈൽഡ് കാർഡ് എൻട്രികൾ തമ്മിലുള്ള തല്ലും ഇതിനിടയിലുണ്ട്. നന്ദന വേഴ്സസ് അഭിഷേക്, ജയദീപ്. ഒരു പാട്ട് പാടിയതാണ് പ്രശ്നം. അർത്ഥം വെച്ച് പാടിയതുപോലെ തോന്നിയ നന്ദന അഭിഷേകിനിട്ട് നല്ലപോലെ ഡയലോഗ് പറഞ്ഞു. അപ്പോ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മെയിൻ സംഭവങ്ങൾ. സത്യം പറഞ്ഞാൽ നിലവിലെ പവർ ടീം നല്ല പോലെ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. കാരണം പവർ ടീമിലുള്ള ഭൂരിഭാഗവും ജിൻഡോയെ പിന്തുണയ്ക്കുകയും അതുപോലെ ജാസ്മിൻ, ഗബ്രിയെ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വീട്ടിലുള്ള ബാക്കി ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല, ജാസ്മിൻ, ഗബ്രി ആണെങ്കിൽ പണിഷ്മെന്റ്, ആ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സിബിൻ. പവർ കിട്ടിയതോടെ ജാസ്മിനെയും ഗബ്രിയെയും ഒതുക്കാമെന്ന നിലപാടാണ് ആള് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്രമാത്രം വളച്ചൊടിക്കപ്പെടുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മുൻപോട്ട് പോകുന്ന ഒരേ ഒരു പവർ ടീം ഇവര് മാത്രമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ പുതിയ പവർ ടീമിനെ ലാലേട്ടൻ വരെ വിമർശിക്കാൻ സാധ്യത കൂടുതലാണ്.